ഇടുക്കി പീരുമേട് മരിയഗിരി സ്കൂളിന് മുന്നിൽ ബസ് കാത്തുനിൽക്കുകയായിരുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. 20-ലധികം കുട്ടികൾക്ക് നേരെയാണ് കാട്ടാന പാഞ്ഞെടുത്തത്. കാട്ടാന വരുന്നത് കണ്ട് വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് അത് കാണാൻ സാധിക്കും. ആന വരുന്നത് കണ്ട് കുട്ടികൾ ഓടുകയാണ്. ബസ് കാത്തു നിൽക്കുന്ന സ്ഥലത്താണ് ഈ ഒരു സംഭവം ഉണ്ടായത്. നമുക്ക് കാണാൻ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്ന ഒരു നടു റോഡാണ്. കുട്ടികൾ സ്കൂളിൽ പോകാനായി ബസ് കാത്തു നിൽക്കുമ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ആന വരുന്നത് കണ്ട് കുട്ടികൾ ഓടി രക്ഷപ്പെട്ടത് കൊണ്ട് വലിയ ദുരന്തം ഉണ്ടായില്ല എന്ന് വളരെ വ്യക്തമായി പറയാം. പ്രിൻസ് ജെയിംസ് നൽകും വിവരങ്ങൾ. പ്രിൻസ്, വളരെ ഭയപ്പെടുത്തുന്നതാണ്. കാരണം വലിയ അപകടമൊന്നും ഉണ്ടാവാതെ കുട്ടികൾ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. ഒരു 20ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു. അവർ ഈ ആനയെ കണ്ട് ഓടുകയാണല്ലേ? എന്താണ് അവിടെ സംഭവിച്ചത്? ഭവ്യ, വളരെ ഭയാനകമായ ഒരു സംഭവമാണ് ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടെ പീരുമേട് മരിയഗിരി സ്കൂളിന് മുമ്പിൽ അരങ്ങേറിയത്. നിരവധി കുട്ടികൾ ബസ് കാത്തു നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു കാട്ടാന സമീപ മേഖലയിൽ നിന്നും ഈ പ്രദേശത്തേക്ക് പാഞ്ഞെടുത്തത്. ദേശീയപാത കൊട്ടാരക്കര ഡിണ്ടിക്കൽ ദേശീയപാത മുറിച്ചു കടന്നായിരുന്നു കാട്ടാന എത്തിയത്. ഈ ആന എത്തുന്നത് കണ്ട ഉടനെ കുട്ടികൾ ഇവിടുന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ചിലർ സ്കൂൾ ഗേറ്റിലേക്ക് അകത്തേക്കുമൊക്കെയായി ഓടി രക്ഷപ്പെട്ടു. എന്തായാലും ഈ ആന ഇറങ്ങി വരുന്ന വളരെ തന്നെയാണ് ആന ഇറങ്ങി വരുന്നത്. ആ സമയത്ത് നിരവധി വാഹനങ്ങൾ ദേശീയപാതയിലൂടെ കടന്നുപോയിരുന്നു. വാഹനങ്ങൾ കണ്ട ഉടനെ ആനയുടെ വേഗത അല്പം കുറഞ്ഞു തന്നെയാണ് ഈ കുട്ടികൾക്ക് വേഗത്തിൽ ഓടി രക്ഷപ്പെടാൻ ഇടയാക്കിയത്. വലിയ ആശങ്കയെടുക്കുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും ഈ പീരുമേട് മേഖലയിൽ സ്കൂളിന് സമീപത്തായി ഉണ്ടായത്. മുൻപ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊന്നും ഈ മേഖലയിൽ ഉണ്ടായിട്ടില്ല. സ്കൂളിന് സമീപത്തേക്കൊന്നും ആന എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ വലിയ ആശങ്കയിലുമാണ്. പ്രതിയ, ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ? പ്രിൻസ്, അറിയാൻ സാധിച്ചിട്ടുണ്ടോ അത് സംബന്ധിച്ച്? ഭവ്യ, പീരുമേടിലും മറ്റു പ്രദേശങ്ങളിലൊക്കെ കാട്ടാനകളൊക്കെ എത്തിയിട്ടുണ്ടെങ്കിലും ദേശീയപാത അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിലും ഈ സ്കൂളിന് സമീപ മേഖലകളിലൊന്നും കാട്ടാനകൾ അങ്ങനെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും ഇതുപോലെ പകൽ സമയത്ത് ഒന്നും കാട്ടാനകൾ ഇങ്ങനെ ഈ മേഖലകളിലേക്ക് എത്താറുണ്ടായിരുന്നില്ല. പുലർച്ചെ അതിരാവിലെയൊക്കെ സമീപ മേഖലകളിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു സമയം സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ അടക്കമുള്ള ഈ സമയത്ത് ഈ ഒരു പ്രദേശത്തേക്ക് ആന എത്തുന്ന ഒരു സാഹചര്യം മുൻപുണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും വലിയ ഒരു ആശങ്കയും ഉണ്ടാക്കുന്ന ഒരു സംഭവം. തീർച്ചയായും പ്രിൻസ്, വലിയ ആശങ്ക തന്നെയാണ്. ചെറിയ കുട്ടികളാണ്, അവർ വല്ലാതെ ഭയപ്പെട്ട് കാണും. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ ആന കടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതെങ്ങോട്ടാണ് അത് പോയത്? അവിടെ കാടാണോ, വനപ്രദേശമാണോ, എന്താണ് അവിടെ ആ ഭാഗത്തുള്ളത്? ഭവ്യ, ഈ ആന ഇതിനു ശേഷം സമീപത്തെ യൂക്കാലി പ്ലാന്റേഷൻ മേഖലയിലേക്കാണ് പോയത്. വലിയ ജനവാസ മേഖലയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയുടെ കാര്യമില്ല. എന്തായാലും ഈ ആന അതിവേഗതയിൽ തന്നെയാണ് ഈ റോഡിലേക്ക് സമീപത്തേക്ക് വരെ എത്തിയത്. ആ സമയത്ത് നിരവധി വാഹനങ്ങൾ ഈ പ്രദേശത്തൂടെ കടന്നുപോയിരുന്നു. ആ വാഹനങ്ങൾ കണ്ടതോടെ ആനയുടെ വേഗത അല്പം കുറഞ്ഞത് തന്നെയാണ് ഈ കുട്ടികൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചതും അവർക്ക് ഓടി മാറാൻ സാധിക്കാനൊക്കെ ഇടയാക്കിയത്. എന്തായാലും ഈ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇതുപോലെ വിദ്യാർത്ഥികളൊക്കെ ഉള്ള പ്രദേശത്തേക്ക് ആന എത്തുന്നത് വലിയ ആശങ്കയ്ക്കും ഇടയാക്കുന്നുണ്ട്. തീർച്ചയായും നമുക്കത് കാണാം. ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി കാണാം. ആ വാഹനങ്ങൾ വന്നപ്പോഴാണ് ആനയുടെ വേഗതയൊന്ന് കുറഞ്ഞത്. അത് ഒരു പക്ഷേ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാതെ കുട്ടികൾക്ക് അവിടെ നിന്ന് ഓടി മാറാൻ സഹായിച്ചത് തന്നെ വലിയ ദുരന്തം ഒഴിവായി എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം വലിയൊരു ആശങ്കയാണ്. ചെറിയ കുട്ടികളാണ്, അവർ വല്ലാതെ ഭയപ്പെട്ട് കാണും. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഇനി എങ്കിലും ആവർത്തിക്കാതിരിക്കട്ടെ. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. മുനമ്പത്ത്